ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് എന്നുള്ളതിൽ നമ്മൾ മൂന്നാമത്തെ ടൈപ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദി ബേസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ദി ബിസിനസ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഓൺ ദി ബേസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദി ബേസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഓഡിറ്റ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓഡിറ്റ്. Audit may be conducted at different forms. And practically നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഫോമിൽ ആണ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നത്. അതായത് നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് ഡിഫറെൻ്റ് ആവും ഓഡിറ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പർപ്പസിനനുസരിച്ച് ഡിഫറെൻ്റ് ആവും ഓഡിറ്റ് എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഇന്ററിം ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഇന്ററിം ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റണ്ണിങ് ഓഡിറ്റ്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് കൂടി അറിയപ്പെടും. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ഇതൊരു തരം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ഇറ്റ് ഈസ് ഡൺ ബൈ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് ആയി ചെയ്യുന്ന ഓഡിറ്റ് ആണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. ഇൻ ദ വേർഡ്സ് ഓഫ് JR ബട്ടിലി ബോൾ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. ബത്ലി ബോൾ എന്ന ആള് നൽകിയ ഡെഫിനിഷനാണ്. A continuous audit involves a detailed examination of all the transactions by the auditor attending regular intervals. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എക്സാമിനേഷനെയാണ് എന്ത് വിളിക്കുന്നത്, കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ബൈ ദി ഓഡിറ്റർ അറ്റൻഡിങ് റെഗുലർ ഇന്റർവെൽസ്. ഓഡിറ്റർ അറ്റൻഡ് ചെയ്യുന്ന റെഗുലർ ഇന്റർവെൽസിലായിരിക്കും. അത് വീക്കിലി, ഫോർട്ട്നൈറ്റ്ലി, മന്ത്ലി, ഡ്യൂറിങ് ദി ഹോൾ പീരീഡ് ഓഫ് ട്രേഡിങ്. ട്രേഡിങ്ങിന്റെ പീരീഡിന്റെ ഇടയിൽ ആഴ്ചക്കോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ്ലിയോ ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, രണ്ടാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, റെഗുലർ ഇന്റർവെൽസിൽ എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യുന്ന ഒരുതരം ഓഡിറ്റ് എന്ന് വിളിക്കുന്നത് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻസിനെയാണ് വിളിക്കുന്നത് continuous audit എന്ന് വിളിക്കുന്നത്. Continuous audit involves a detailed examination of all transactions by the auditor attending regular intervals, say weekly, fortnightly or monthly during the whole period of trading. എന്താണ് അഡ്വാൻറ്റേജ് ഉള്ള കണ്ടിന്യൂസ് ഓഡിറ്റിന്? കണ്ടിന്യൂസ് ഓഡിറ്റിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ചെക്കിംഗ് ആണ്, ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളതാണ്. up-to-date accounting records എന്നുള്ളതാണ്. early finalization of accounts, greater moral check, better understanding and technicalities of the business, efficient audit, preparation of interim audit, suggestions and advice from auditor. അപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് കണ്ടിന്യൂസ് ഓഡിറ്റിനുണ്ട്? കണ്ടിന്യൂസ് ഓഡിറ്റിങ്ങിനെ കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കിങ് സാധ്യമാകുന്നു എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ വിസിറ്റ് ചെയ്യുന്ന ക്ലയന്റിന് റെഗുലർ ഇന്റർവെൽസ് എന്ത് ചെയ്യുന്നു, ക്ലയന്റിനെ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ചെക്കിങ് പോസിബിൾ ആണ്. അതുപോലെ ഈസി ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എറേഴ്സ് ഫ്രോഡ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ അപ് ടു ഡേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ട് റെക്കോർഡ്സ് റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ക്ലർക്ക് അലേർട്ടായിട്ട് എപ്പോൾ മെയിൻറ്റെയിൻ അക്കൗണ്ട് അപ് ടു ഡേറ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കും. പിന്നെ ഫൈനലൈസേഷൻ, ഏർലി ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട് ജോലി വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്യും, ക്യാൻ ഈസിലി പ്രസന്റഡ് ടു ദി ഷെയർ ഹോൾഡർ സൂൺ. പെട്ടെന്ന് തന്നെ ക്ലോസ് ദി ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ അക്കൗണ്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഗ്രേറ്റർ മോറൽ ചെക്ക്. എംപ്ലോയീസിന്റെ മോറൽ എന്ത് ചെയ്യുന്നു, ഫ്രീക്വന്റ് സർപ്രൈസ് വിസിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഓഡിറ്റർ
സ്റ്റാഫിനെ എന്ത് ചെയ്യുന്നു, നിർബന്ധിക്കുന്നു റെക്കോർഡ് അപ് ടു ഡേറ്റ് ആക്കി വെൽ അപ് ടു ഡേറ്റ് ആക്കി വെക്കാൻ. അതുകൊണ്ട് തന്നെ നല്ല ഗുഡ് മോറൽ ചെക്ക് ഓഫ് ദി ഡിസോണസ്റ്റ് പ്രാക്ടീസ് ഒക്കെ എന്ത് ചെയ്യപ്പെടാൻ സാധിക്കും, തടയാൻ ഇതുവഴി സാധിക്കുന്നു. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടെക്നിക്കാലിറ്റീസ് ഓഫ് ദി ബിസിനസ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെങ്കിൽ അത് ബിസിനസ്സിന് ക്ലയന്റിന് അവരുടെ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നന്നായി എന്ത് ചെയ്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എഫിഷ്യന്റ് ഓഡിറ്റ്, നല്ലൊരു എഫിഷ്യന്റ് ഓഡിറ്റ് സാധ്യമാകുന്നു. ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സജഷൻസ് ആൻഡ് അഡ്വൈസ്, ഓഡിറ്ററിൽ നിന്ന് സജഷൻസ് അഡ്വൈസും സ്വീകരിക്കാൻ സാധിക്കുന്നു. ഓഡിറ്റർക്ക് എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് പെട്ടെന്ന് തന്നെയുള്ള സജഷൻസ്, ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ നൽകാൻ സാധിക്കുന്നു, അഡ്വൈസും നൽകാൻ സാധിക്കുന്നു. ദെൻ അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും കണ്ടിന്യൂസ് ഓഡിറ്റിനുണ്ട്. ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അൾട്രേഷൻ ഓഫ് ഫിഗേഴ്സ്, അതായത് അൾട്ടർ ചെയ്യും ഫ്രോഡ്ലൻ്റ്ലി ആഫ്റ്റർ ദി ഓഡിറ്റർ ചെക്ക്ഡ്. ഓഡിറ്റർ ചെക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യപ്പെടാം, അൾട്രേഷൻ വരുത്താൻ സാധ്യതയുണ്ട്. ഇത് കൂടുതൽ സമയം ഇൻവോൾവ്സ് മച്ച് ടൈം, എക്സ്പെൻസീവ് ആണ്. ഡിസ്ലൊക്കേഷൻ ഓഫ് ക്ലയൻറ്റ് വർക്ക്, ക്ലയൻറ്റിൻ്റെ വർക്ക് എന്ത് ചെയ്യപ്പെടും, ഡിസ്ലൊക്കേഷൻ ഉണ്ടാവും. അതായത് ഫ്രീക്വൻറ്റ് സർപ്രൈസ് വിസിറ്റ് ഓഡിറ്റർ ക്ലയൻറ്റ് ബിസിനസ് മേ കോസ് ഇൻകൺവീനിയൻസ് ടു ദി ക്ലയൻറ്റ് സ്റ്റാഫ്, ഡിസ്ലൊക്കേഷൻ ഇൻ ദി ക്ലയൻറ്റ് വർക്ക്, ക്ലയൻറ്റിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുക, ഡിസ്ലൊക്കേഷൻ സംഭവിക്കും. ലോസിങ് ത്രെഡ് ഓഫ് ദി വർക്ക്, അതിൻ്റെ വർക്കിൻ്റെ proper note of the work done previous visit is not made by auditor, he lose the thread of the work. ത്രെഡ് ഓഫ് ദി വർക്ക് എന്ത് ചെയ്യപ്പെടും, നഷ്ടപ്പെടും. മെക്കാനിക്കൽ ആണ് ഇത്, പൂർണ്ണമായിട്ട് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആയിരിക്കും. അൺഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് ക്ലയന്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫും ക്ലയന്റ് സ്റ്റാഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫൈനൽ ഓഡിറ്റ്. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഓഡിറ്റ്, ടൈപ്പ് ഓഫ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഓഡിറ്റ്. അത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്തുന്ന ഓഡിറ്റാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു. അത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ എന്താണ് റെഗുലർ ഇന്റർവെൽസിലായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പീരിയോഡിക്കൽ, കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് എന്നും കൂടി അറിയപ്പെടുന്ന ഓഡിറ്റ് എന്താ നോക്കാം. ഇറ്റ് ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദി എൻഡ് ഓഫ് ട്രേഡിംഗ് പീരീഡ്. ഒരു ട്രേഡിംഗ് പീരീഡിന്റെ എൻഡിൽ മാത്രമാണ് ഇതിന്റെ ടേക്ക് പ്ലേസ്. കണ്ടിന്യൂസ് ഓഡിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇതിനൊരു എൻഡ് ഓഫ് ദി പീരീഡ് മാത്രമാണ്. And all transactions for the whole year are completely recorded and balanced. എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുകയും ബാലൻസ് ചെയ്യുകയും ചെയ്തതിനു ശേഷം നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് എന്ത്, ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഹാവ് ബീൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓഡിറ്റർ വിസിറ്റ് ഈസ് ക്ലയൻസ് വൺസ് ഇൻ എ ഇയർ, ഒറ്റ പ്രാവശ്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റർ വിസിറ്റ് ചെയ്യുന്നത്. ഇതിനും അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് ലെസ് ഓഡിറ്റ് കോസ്റ്റ് എന്നുള്ളതാണ്. അത് ഓഡിറ്റ് സ്റ്റാഫ് അധികം സമയം എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഓഡിറ്റ് കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ റീസണബിൾ ടൈംസ് മാത്രമേ എടുക്കുള്ളൂ. ഓഡിറ്റ് വർക്ക് ഫർണിഷ്ഡ് ക്വിക്ക്ലി ആൻഡ് റീസണബിൾ ടൈം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ചെയ്ത് തീർക്കാൻ സാധിക്കും. ഡിസ്ലൊക്കേഷൻ്റെ വർക്ക് ഓഫ് ക്ലയൻറ്റ് ഉണ്ടാകുന്നില്ല, ഇടക്കിടക്ക് ഉള്ള വിസിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഡിസ്ലൊക്കേഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അതുപോലെ തന്നെ റെഡ്യൂസസ് ചാൻസ് ഓഫ് അൺഹെൽത്തി റിലേഷൻ ബിറ്റ്വീൻ ഓഡിറ്റ് സ്റ്റാഫ് ആൻഡ് ക്ലയൻറ്റ് സ്റ്റാഫ് ഓഡിറ്റ് സ്റ്റാഫും തമ്മിലുള്ള അൺഹെൽത്തി റിലേഷൻ്റെ പ്രശ്നം വരുന്നില്ല. നോ മെക്കാനിക്കൽ അല്ല, ഓഡിറ്റ് വർക്ക് മെക്കാനിക്കൽ ആയിരിക്കും ഏതിൽ, കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു ഇതിന് മെക്കാനിക്കൽ ആയിരിക്കില്ലായിരിക്കും. നോട്ട് റിക്വയർഡ് ലാർജ് ഓഡിറ്റ് സ്റ്റാഫിന് ഒരുപാട് ഓഡിറ്റ് സ്റ്റാഫിനൊന്നും നമുക്ക് ആവശ്യം വരില്ല. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ നോ സഫിഷ്യന്റ് ടൈം ഫോർ ചെക്കിങ്. ഇവിടെ സഫിഷ്യന്റ് ടൈം ഫോർ ചെക്കിങ് ഇല്ല. ഒരു ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ദ ഓഡിറ്റർ ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് സ്റ്റാഫ് നോ സഫിഷ്യന്റ് ടൈം ഫോർ ഡീറ്റെയിൽഡ് ചെക്കിങ്. ഡീറ്റെയിൽ ചെക്കിങ്ങിനുള്ള സമയം നമുക്ക് അവസാന ടൈം അതുകൊണ്ട് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ് ഓൺലി, ചെറിയ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത് സ്യൂട്ടബിൾ. എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് അവിടെ റിമെയിൻ ആവും. മോർ ഡിപ്പെൻഡൻസ് ഓൺ ടെസ്റ്റ് ചെക്കിങ്ങിനെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. ഡസ് നോട്ട് ഹെൽപ്പ് പ്രിപ്പറേഷൻ ഓഫ് ഇന്റർവ്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കൊണ്ട് സാധിക്കില്ല. എന്താണ് അടുത്തത് നോക്കാം, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്.
നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഓഡിറ്റ്, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ റെഗുലർ ഇന്റർവെല്ലിൽ നടത്തുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫൈനൽ ഓഡിറ്റ് ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി പീരീഡ്, എൻഡ് ഓഫ് ദി അക്കൗണ്ട് പീരീഡ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് എന്ത് ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ഓഡിറ്റിനെ കുറിച്ച് പറയാം. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ഈസ് റീസെന്റ് ഒറിജിൻ ആണ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് അമേരിക്കൻ കോൺട്രിബ്യൂഷൻ ആണ്. ഇതിപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളത് ഇന്ത്യയിലല്ല, USA മാത്രമാണ്. ഇന്ത്യയിൽ ഇതിന് റെയർലി മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങൾ റെയർലി മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ്. In this type of audit, auditor verify the balance sheet items such as capital, liabilities, reserves and provisions, assets and other items. In the balance sheet. Balance sheet items മാത്രം verify ചെയ്യാണ് ഇത് ചെയ്യുന്നത്. Auditor check only those documents which are related to the items given in the balance sheet. ബാലൻസ് ഷീറ്റിൽ given ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് സ്യൂട്ടബിൾ ആവുക ഏതൊക്കെ തരം ഫേംസിനാണ്? ദർ ഈസ് ഗുഡ് എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക് സിസ്റ്റവും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉണ്ടെങ്കിലാണ് ഈ ഓഡിറ്റ് എന്ത് ചെയ്യുന്നത് സ്യൂട്ടബിൾ ആകുന്നത്. അതുപോലെ തന്നെ ബി കൺസേൺസ് ഗുഡ് മെക്കാനിസ്ഡ് അക്കൗണ്ട് സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഉള്ള ബി കൺസേൺസിന് ഇത് സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ക്വാളിഫൈഡ് എഫിഷ്യൻറ്റ് അക്കൗണ്ടൻസ് ഓപ്പറേറ്റ് ദി അക്കൗണ്ടിംഗ് സിസ്റ്റം ക്വാളിഫൈഡ് ആൻഡ് എഫിഷ്യൻറ്റ് അക്കൗണ്ടൻസ്മാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്യൂട്ടബിൾ ആണ്. സ്യൂട്ടബിൾ ടു സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ബിസിനസ്. സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ബിസിനസ്സിനാണ് ഈ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ഓഡിറ്റ് എന്ന് കൂടി പറയും, പ്രാക്ടിക്കൽ ഓഡിറ്റ് സ്യൂട്ടബിൾ ആകുന്നത്. It is rated as brief term of audit. Balance sheet audit will be more extensively used in. ഇത് ഭാവിയിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഓഡിറ്റിംഗ് ആണെന്ന് പറയാം. Then next, interim audit. It is a type of audit which is conducted between two annual audit. രണ്ട് annual auditന്റെ ഇടയിൽ നടത്തുന്ന ഓഡിറ്റ് ആണ് എന്ത് ഇന്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് annual auditന്റെ ഇടയിൽ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ്. The object of interim audit is to find out interim profit to declare interim dividend. Interim profit കണ്ടെത്താനും അതുവഴി interim dividend ഡിക്ലെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. Interim auditന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെ നോക്കാം. It is easy to find out interim result of the firm of profit or loss. Interim result profit ആണോ ലോസ് ആണോ എന്ന് അറിയാൻ സാധിക്കുന്നു. പിന്നെ it helps to declare interim dividend ഡിക്ലെയർ ചെയ്യാൻ സഹായിക്കുന്നു. Errors and frauds are quickly detect ചെയ്യുന്നു. Errors and frauds ഉണ്ടാകുന്നത് quickly detect ചെയ്യാൻ സാധിക്കുന്നു. Final audit can be completed quickly. Final audit പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. Interim audit imposes moral check as the client staff. Client staffന്റെ മുകളിലുള്ള ഒരു moral check ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. Then next, disadvantages എന്തൊക്കെ നോക്കാം. It is easy to alter figures which have already been audited. പെട്ടെന്ന് തന്നെ അൾട്രേഷൻ സാധ്യമാകുന്ന ഈ ഓഡിറ്റ് ചെയ്യപ്പെട്ട രേഖകൾ ഫിഗേഴ്സ് എന്ത് ചെയ്യപ്പെടാം അൾട്ടർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇന്ററിം ഓഡിറ്റ് ക്രിയേറ്റ് അഡീഷണൽ വർക്ക് ഓഫ് ഓഡിറ്റ്. അഡീഷണൽ വർക്ക് എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യുന്നു. മോർ എക്സ്പെൻസീവ് ആണ്. ഇന്ററിം ഓഡിറ്റ് റിക്വയർഡ് മോർ ഡീറ്റെയിൽഡ് ആൻഡ് എക്സോസ്റ്റീവ് ചെക്കിംഗ്. മോർ ഡീറ്റെയിൽഡ് ആൻഡ് എക്സോസ്റ്റീവ് ചെക്കിംഗ് ആവശ്യമാണ്. ഡിസ്ലൊക്കേഷൻ ഓഫ് ദി വർക്ക് ഓഫ് ക്ലയന്റ് സ്റ്റാഫ്. ഡിസ്ലൊക്കേഷൻ ഓഫ് ദി വർക്ക് ഓഫ് ക്ലയന്റ് സ്റ്റാഫ് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഇന്ററിം ഓഡിറ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. It is easy to alter figures which have already been audited. Already been audit ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് എന്ത് ചെയ്യാൻ അൾട്ടർ ചെയ്യാൻ എളുപ്പമാണ്. ഇന്ററിം ഓഡിറ്റ് ക്രിയേറ്റ്സ് അഡീഷണൽ വർക്ക് ഓഫ് ഓഡിറ്റ്. അഡീഷണൽ വർക്ക് ക്രിയേറ്റ് ചെയ്യും. മോർ എക്സ്പെൻസീവ് ആണ്. ഇന്ററിം ഓഡിറ്റ് റിക്വയർഡ് മോർ ഡീറ്റെയിൽഡ് ആൻഡ് എക്സോസ്റ്റീവ് ചെക്കിംഗ്. മോർ ഡീറ്റെയിൽഡ് ആൻഡ് എക്സോസ്റ്റീവ് ചെക്കിംഗ് എന്ത് ചെയ്യും ഇന്ററിം ഓഡിറ്റ് കൊണ്ട് മോർ ഡീറ്റെയിൽഡ് ആൻഡ് എക്സോസ്റ്റീവ് ചെക്കിംഗ് വേണ്ടിവരും. ഇന്ററിം ഓഡിറ്റിന് മോർ ഡീറ്റെയിൽഡ് ആൻഡ് എക്സോസ്റ്റീവ് ചെക്കിംഗ് വേണ്ടിവരും. ദെൻ ഡിസ്ലൊക്കേഷൻ ഓഫ് വർക്ക് ഓഫ് ക്ലയന്റ് സ്റ്റാഫ്. ഡിസ്ലൊക്കേഷൻ ഓഫ് വർക്ക് ഓഫ് ക്ലയന്റ് സ്റ്റാഫ് ഉണ്ടാവും. Then next, occasional audit.
If the sole trader or partner desire to conduct an audit for special object on special occasion, this type of audit is called occasional audit. ഏതെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഓഡിറ്റ് ആണെങ്കിൽ അത്ര ഓഡിറ്റ് ഡിസയർ ടു കണ്ടക്ട് an audit for special object on special occasion, such audit എന്താണ് occasional audit എന്നാണ് പറയുന്നത്. If the sole trader അല്ലെങ്കിൽ partner desire to conduct an audit for special object on special occasion, this type of audit is called occasional audit. Then what is partial audit? എന്താണ് partial audit എന്ന് പറഞ്ഞാൽ it is a type of audit which is carried out in respect of specific aspects of books of accounts of the business. ഇത് സ്പെസിഫൈഡ് ആസ്പെക്റ്റിന് മാത്രം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു സ്പെസിഫൈഡ് ആസ്പെക്ട് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് മാത്രം എന്ത് ചെയ്യുന്നു carried out ചെയ്യുന്ന ഓഡിറ്റ് ആണ്. ഈ ഓഡിറ്ററിന് ഓൺലി എ പാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദി ക്ലയന്റ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഏത് പാർട്ടാണോ ആ പാർട്ട് മാത്രമാണ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത്. Thus it is called partial audit. അതുകൊണ്ട് എന്ത് വിളിക്കുന്നു ഇതിനെ പാർഷ്യൽ ഓഡിറ്റ് വിളിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ഇൻ ദ കേസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ ഇത്ര ഓഡിറ്റ് എന്തല്ല പെർമിറ്റഡ് അല്ല. എന്താണോ അക്കൗണ്ട്സ് ഏതൊക്കെ അക്കൗണ്ട്സിന്റെ ഏത് പാർട്ടാണോ ഓഡിറ്റ് ചെയ്യാൻ പറയുന്നത് ആ ഭാഗം മാത്രം ഓഡിറ്റ് ചെയ്യുന്ന ആ സ്പെസിഫൈഡ് ആസ്പെക്ട് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് മാത്രം എന്ത് ചെയ്യുന്നു ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് എന്ന് വിളിക്കുന്നത് പാർഷ്യൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നു. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ്. ഫൈനൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞ എന്താണ് ഫൈനൽ ഓഡിറ്റ് ആഫ്റ്റർ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡിന്റെ എൻഡ് മാത്രം ഓൾ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു ഓൾ ഇയർ ആർ കംപ്ലീറ്റ്ലി റെക്കോർഡ് ബാലൻസ് ചെയ്തതിനു ശേഷം നടത്തുന്ന ഓഡിറ്റ് ആണെന്ന് പറഞ്ഞു. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് മാത്രം ഓഡിറ്റ് നടത്തുന്നത് പറഞ്ഞു. ഇന്റർവ്യൂ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ആനുവൽ ഓഡിറ്റിന്റെ ഇടയിലുള്ള ഒരു ഓഡിറ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു. ദെൻ ഒക്കേഷണൽ ഓഡിറ്റ് എന്താന്ന് പറഞ്ഞു. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ ഓൺ സ്പെഷ്യൽ ഒക്കേഷനിൽ സ്പെഷ്യൽ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ് അത് സോൾ ട്രേഡറോ പാർട്ണറോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസൈഡ് ടു കണ്ടക്ട് എത്ര ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്ര ഓഡിറ്റിനാണ് ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. Then partial audit പറഞ്ഞു. Partial audit which is carried out respective specified aspect of the books of accounts of the business. Under this audit, auditor is not only part of account instructed by the not is only a part of accounts are instructed. Not only is only part of accounts are instructed. ഒരു ഭാഗം മാത്രം പാർട്ട് ഓഫ് അക്കൗണ്ട് ഇൻസ്ട്രക്ട് ചെയ്ത ക്ലയന്റിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത് വെരിഫൈ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഓഡിറ്റ് ആണ് പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു. ഇനിയുള്ള സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റ് അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് സർട്ടൻ ഐറ്റംസ് ഇൻ ദി അക്കൗണ്ട്സ് ആർ thoroughly scrutinized and analyzed. thoroughly scrutinize ചെയ്ത് അനലൈസ് ചെയ്യും ഓഡിറ്റ് ചില ഐറ്റംസ്. ടെസ്റ്റ് ചെക്കിങ് ഓൾസോ അപ്ലൈഡ് ഇൻ ദി ടൈപ്പ് ഓഫ് ഓഡിറ്റ്. ടെസ്റ്റ് ചെക്കിങ് ഇതിൽ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യുകയും ചെയ്യും. Under this type of audit, certain items in the accounts are thoroughly scrutinized and analyzed. Test checking also applied. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പറഞ്ഞു. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്നുള്ളത്. ഒന്നാമത്തെ നമ്മൾ ടൈപ്പ് പറഞ്ഞു കണ്ടിന്യൂസ് ഓഡിറ്റ് പറഞ്ഞു. കണ്ടിന്യൂസ് ഓഡിറ്റ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്നുകൂടി അറിയപ്പെടും. ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ബൈ ദി ഓഡിറ്റർ attending regular intervals, weekly, fortnightly or monthly during the whole period of the trading. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു. ഫൈനൽ ഓഡിറ്റ് ഈസ് ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി ട്രേഡിംഗ് പീരീഡ്. ട്രേഡിംഗ് പീരീഡിന്റെ എൻഡിൽ വെൻ ഓൾ ട്രാൻസാക്ഷൻസ് ഹോൾ ഇയർ ആർ കംപ്ലീറ്റഡ് ആൻഡ് റെക്കോർഡഡ്. അതിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ചെയ്ത ശേഷം മാത്രമാണ് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഓഡിറ്റർ അവിടെ എന്ത് ചെയ്യുന്നത് പരിശോധന നടത്തുന്നത്. ഓഡിറ്റർ എന്ത് ചെയ്യുന്നു ക്ലയന്റിനെ വിസിറ്റ് ചെയ്യുന്ന വൺസ് ഇൻ എൻ ഇയർ മാത്രമായിരിക്കും ഒരു വർക്ക്. അത് ഒരു സിംഗിൾ അൺഇൻറ്ററപ്റ്റഡ് സെഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക ഓഡിറ്റ് നടക്കുക. ദെൻ ഫൈനൽ ഓഡിറ്റ് സ്യൂട്ടബിൾ ആവുക
സ്മോളർ ബിസിനസ് ഫേമിനൊക്കെ ഇത് എന്താണ് യൂസബിൾ ആണ്. ബിഗ് ബിസിനസ്സിന് കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ് മോർ സ്യൂട്ടബിൾ. എന്തുകൊണ്ടാണ്? where transactions are numerous, hence final accounts cannot be prepared to close of the financial year. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഉള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഫൈനൽ ഓഡിറ്റ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ. ദെൻ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് പറഞ്ഞ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് മാത്രം ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഇന്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റിന്റെ ഇടയിലാണ് നടത്തുക എന്ന് പറഞ്ഞു. ഒക്കേഷണൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു സോൾ പ്രോപ്രൈറ്റർഷിപ്പിലോ പാർട്ണർഷിപ്പിലോ സോൾ ട്രേഡർ പാർട്ണറോ എന്ത് ചെയ്യുന്നു ഡിസൈഡ് ടു കണ്ടക്ട് an ഓഡിറ്റ് സ്പെഷ്യൽ ഒബ്ജക്റ്റീവ് സ്പെഷ്യൽ ഒക്കേഷൻ ഓൺ സ്പെഷ്യൽ ഒക്കേഷനിൽ എത്രത്തിൽ ഓഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്ര ഓഡിറ്റ് എന്ത് ചെയ്യും സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് വിളിക്കും. പാർഷ്യൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു. എന്താ പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ carried out in respect of a specified aspect of books of account മാത്രം ഓഡിറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞു certain items of accounts thoroughly scrutinize ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന പരിപാടിക്കാണ് എന്തിനു വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്.